ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും അനുണയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിന് കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് അടിക്കടി പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് രോഗങ്ങളും സാമ്പത്തിക തകർച്ചകളും ദുർമരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പലരുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒന്നാണ് അന്ധവിശ്വാസം. നമ്മളുടെ ജീവിതത്തിൽ ഒരു അനർത്ഥം സംഭവിക്കുമ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചുവെന്ന് പലരും ചിന്തിക്കും. ഇന്നങ്ങനെ അനേകം പേര് അതിൻ്റെ കാരണം അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ അത് അവർ അന്ധവിശ്വാസത്തിന് കാരണമായിത്തീരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന രോഗങ്ങളും ദുഃഖങ്ങളും വേദനകളെല്ലാം അത് സ്വാഭാവികമാണ്. ഒരു മനുഷ്യന് മരണമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. രോഗങ്ങളും സാമ്പത്തിക തകർച്ചകളും വരുന്നത് അത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മൾ അടിക്കടി ഇതുണ്ടാകുമ്പോൾ അതിൻ്റെ മൂല കാരണം പരിശോധിക്കും. പലപ്പോഴും പലരും അത് മുഖാന്തരം അന്ധവിശ്വാസത്തിന് കാരണമായിത്തീരുന്നു. ഒരിക്കൽ ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോൾ ആ ഭവനത്തിൻ്റെ സ്വീകരണ മുറിയിൽ, പ്രധാന മുറിയിൽ ഒരു 3 അടി ഹൈറ്റിൽ ഒരു മതിൽ പോലെ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു മതിൽ പോലെ കെട്ടിയിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, വാസ്തുശാസ്ത്രപ്രകാരം ഈ മുറിയുടെ അളവ് ശരിയല്ല, അതുകൊണ്ട് പല അനർത്ഥങ്ങളും ഉണ്ടായി. ഞാൻ ചോദിച്ചു, ഇതാരാണ് പറഞ്ഞത്? അപ്പോൾ ആ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വീടിന് സ്ഥാനം കാണാൻ വന്ന ഒരു സ്ഥാനക്കാരൻ ഈ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആ കുടുംബത്തിലെ ഗ്രഹനാഥൻ മരണം വഴി ലോകത്ത് മാറ്റപ്പെട്ടു. അപ്പോൾ ആ മനുഷ്യൻ ഈ വീട്ടിന് ചുറ്റും നോക്കിയിട്ട്, മുറികളൊക്കെ നോക്കിയിട്ട് പറയുകയാണ്, ഇതിൻ്റെ വാസ്തുശാസ്ത്ര പ്രകാരം ഇത് വീടിരിക്കുന്നത് ശരിയല്ല, അതിൻ്റെ മുറി അളവ് ശരിയല്ല, അതുകൊണ്ട് ഇനിയും അനർത്ഥങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ വീട്ടിലെ മൂത്ത മകൻ ഒരു അപകടം സംഭവിച്ചു. മരണത്തിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. അപ്പോൾ ഇവർക്ക് ഉള്ളിൽ ഭയമായി. അന്ന് പറഞ്ഞ ആ സ്ഥാനക്കാരനെ വീണ്ടും വിളിച്ചു വരുത്തി. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവർ ചെയ്തൊരു പ്രവൃത്തിയാണ്, ഈ മുറിയുടെ അളവ് വാസ്തുശാസ്ത്ര പ്രകാരം ശരിയല്ല, അതുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞനുസരിച്ച് ചെയ്തൊരു പ്രവൃത്തിയാണ്, ഒരു 3 അടി ഹൈറ്റിൽ ഒരു മതിൽ പോലെ ഭിത്തി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു പ്രശ്നം വരുമ്പോൾ അവർ ആശ്രയിക്കുന്നത്, അവർ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസത്തിലാണ്. ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ വാസ്തുശാസ്ത്രത്തിൽ വിശ്വസിക്കുകയും വാസ്തുശാസ്ത്രമനുസരിച്ച് ഭവനം പണിയുകയും വാസ്തു പൂജ വരെ ചെയ്യുന്ന ക്രിസ്ത്യാനികൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അനേക ക്രിസ്ത്യാനികൾ ഈ അന്ധവിശ്വാസത്തിന് അടിമയായിത്തീരുന്നത്? അതിൻ്റെ കാരണം അടിക്കടി ഉണ്ടാകുന്ന തകർച്ചകളാണ്. ഒരുപക്ഷെ പെട്ടെന്നൊരു മരണം സംഭവിക്കുന്നു, അല്ലെങ്കിൽ മാരകമായ രോഗം സംഭവിക്കുന്നു, സാമ്പത്തിക തകർച്ച സംഭവിക്കുന്നു. ഇങ്ങനെ അടിക്കടി അനർത്ഥങ്ങളുണ്ടാകുമ്പോൾ ചിലർ ചെന്നെത്തുന്നത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലാണ്. കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെന്തും പാപമാണ്. അതായത് സത്യവിശ്വാസത്തിനെതിരായിട്ടുള്ള എന്ത് വിശ്വസിക്കുന്നോ അത് പാപമാണ്. അതായത് അന്ധവിശ്വാസം പാപമാണ്. നാം അറിഞ്ഞോ അറിയാതെയോ അന്ധവിശ്വാസത്തിന് അടിമയായിട്ടുണ്ടെങ്കിൽ നാം ചെയ്യുന്നത് പാപമാണെന്ന് തിരിച്ചറിയണം. എത്രയോ വ്യക്തികളാണ് ഇതുപോലെ ജീവിതത്തിൽ പെട്ടെന്നുള്ള മരണങ്ങൾ, മാരകമായ രോഗങ്ങൾ, വലിയ സാമ്പത്തിക തകർച്ചകളൊക്കെ വരുമ്പോൾ ഇതുപോലെ അന്ധവിശ്വാസത്തിന് അടിമയായിത്തീരുന്നു. എന്നാൽ തിരിച്ചറിയണം, ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്നത് ഹൈന്ദവ ആചാരപ്രകാരമാണ്. ഹൈന്ദവ ആചാരപ്രകാരം
വാസ്തു പുരുഷൻ അല്ലെങ്കിൽ വാസ്തു ദേവൻ എന്ന് പറയുന്നൊരു ദേവനുണ്ട്. വാസ്തു ശാസ്ത്രം വാസ്തു ദേവനിൽ നിന്ന് അല്ലെങ്കിൽ വാസ്തു പുരുഷനിൽ നിന്നുണ്ടായതാണ്. AD 6-ാം നൂറ്റാണ്ടിലാണ് ഇങ്ങനൊരു ശാസ്ത്രം തന്നെ രൂപപ്പെട്ടത്. ഒരു ക്രിസ്ത്യാനിക്ക് ഇതിൽ വിശ്വസിക്കാമോ? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ആ ക്രിസ്ത്യാനിയുടെ വിശ്വാസം എന്ന് പറയുന്ന ആ വ്യക്തി ചൊല്ലുന്ന വിശ്വാസ പ്രമാണമാണ്. എല്ലാ ദിവസവും വിശ്വാസ പ്രമാണത്തിൽ ഒരു ക്രിസ്ത്യാനി ഏറ്റുപറയുന്നൊരു സത്യമുണ്ട്. എന്താണ് ഏറ്റുപറയുന്ന സത്യം? സർവശക്തിയുള്ള പിതാവായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെ സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് ഓരോ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിലാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ആ വ്യക്തി ഏറ്റുപറയുന്ന വിശ്വാസം അനുസരിച്ച് ഒരു ദൈവമേ ഉള്ളൂ, ഏക സത്യ ദൈവം. അങ്ങനെയാണെങ്കിൽ വാസ്തുദേവനിൽ വിശ്വസിക്കാനോ വാസ്തു പുരുഷനിൽ വിശ്വസിക്കാനോ ഒരു ക്രിസ്ത്യാനിക്ക് അനുവാദമില്ല. അങ്ങനൊരു ദേവൻ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാകുകയും ഇല്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുകയാണ്, എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാകുകയില്ല. അപ്പോൾ ഒരു ദൈവം മാത്രമേ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുള്ളൂ. ഏക സത്യ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയും മറ്റൊരു ദേവനിൽ വിശ്വസിക്കുകയും ചെയ്താൽ അത് പാപമാണ്. സുറിയാനി സഭയുടെ ആരാധനക്രമങ്ങളെല്ലാം ആരംഭിക്കുന്നത്, പ്രാർത്ഥനാക്രമങ്ങൾ ആരംഭിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുമാത്രമല്ല, എല്ലാ വാഴ്വും ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിലാണ്. അങ്ങനെയാണെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏക സത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഇല്ല. ഇല്ലാത്ത ഒരു ദൈവത്തിൽ വിശ്വസിക്കുകയും ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ചിലരുണ്ടാക്കിയ ചില ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. വാസ്തുദേവൻ എന്ന ദേവൻ മുഖാന്തരം ഉളവായ വാസ്തുശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് തെറ്റാണ്, അത് പാപമാണ്. അങ്ങനെയാണെങ്കിൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് എത്രയോ വ്യക്തികൾ വീടുകൾ ഭവനങ്ങൾ പണിതിട്ടുണ്ട്. ഈ വാസ്തുശാസ്ത്രം എന്തിനു വേണ്ടി ഉണ്ടായതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പഴയ കാലങ്ങളിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ശില്പങ്ങളും വിഗ്രഹങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി രൂപപ്പെട്ട ഒരു ശാസ്ത്രമാണ്. എന്നാൽ പിന്നീടത് ഹൈന്ദവ ആചാരപ്രകാരം അത് ഭവനങ്ങളുടെ ഭവനം പണി, അതിന് കല്ലിടുന്നതിനും കട്ടള വയ്ക്കുന്നതിനും കയറി താമസിക്കുന്നതിനെല്ലാം ഈ ശാസ്ത്രം ഉപയോഗിക്കാൻ തുടങ്ങി. വീട് പണിക്ക് ഈ ശാസ്ത്രം ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ശാസ്ത്രം ഇന്ന് ക്രിസ്ത്യാനികളും അത് വിശ്വസിക്കാനും ആചരിക്കാനും തുടങ്ങി. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഒരു ദൈവമേ ഉള്ളൂ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനി വാസ്തുദേവനിലോ വാസ്തുപുരുഷനിലോ വാസ്തുശാസ്ത്രത്തിലോ വിശ്വസിക്കുന്നത് അത് പാപമാണ്. എന്നാൽ എന്തുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു? അതിന് പല കാരണങ്ങളുണ്ട്. ഒരു മനുഷ്യൻ്റെ പാപം മൂലം അനർത്ഥങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ദൈവം അനുവദിക്കുന്ന ചില അനർത്ഥങ്ങൾ ഉണ്ടാകാം. പിശാചിൻ്റെ പരീക്ഷയെ തുടർന്ന്, പീഡയെ തുടർന്ന് ചില അനർത്ഥങ്ങളുണ്ടാകാം. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ അനർത്ഥങ്ങളിലൂടെ, സഹനത്തിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് ജോബിൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങളുണ്ടാകാൻ കാരണം പിശാചിൻ്റെ പരീക്ഷയാണ്, പീഡയാണ്. എന്നാൽ ദൈവം അനുവദിച്ചിട്ടല്ലാതെ പിശാചിന് ഒരു വ്യക്തിയുടെ മേൽ ആധിപത്യമെടുക്കാൻ സാധിക്കുകയില്ല. ഇവിടെ ദൈവസന്നദ്ധിയിൽ പിശാച് അവകാശം പറഞ്ഞു, ദൈവം അനുവദിച്ചു, എന്നാൽ അവൻ്റെ ആത്മാവിനെ തുടരുതെന്ന് ദൈവം പിശാചിനോട് കൽപ്പിച്ചു.
അതുകൊണ്ട് പിശാച് ആണ് ഈ സഹനങ്ങൾ നൽകിയതെങ്കിൽ ദൈവം അനുവദിച്ചതുകൊണ്ടാണ് ആ സഹനങ്ങൾ ഉണ്ടായത്. എന്നാൽ ഈ സഹനത്തിൻ്റെ മൂല കാരണം എന്താണെന്ന് യോബ് പറയുന്നുണ്ട്. ഞാൻ ഭയപ്പെട്ടതുപോലെ എനിക്ക് സംഭവിച്ചു. അപ്പോൾ ഇന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനർത്ഥം ഉണ്ടാകാൻ കാരണം ഒരുപക്ഷെ ദൈവം അനുവദിച്ചുകൊണ്ടായിരിക്കാം, ആ വ്യക്തി ചെയ്ത പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ കൊണ്ടുണ്ടാകുന്നതായിരിക്കാം, പിശാചിൻ്റെ പീഡ പരീക്ഷയായിരിക്കാം. ഒരു മനുഷ്യൻ ഭയപ്പെട്ടതുപോലെ അവൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളുടെ മൂല കാരണം നമ്മൾ തന്നെ തിരിച്ചറിയണം. ഇന്ന് ഈ അനർത്ഥങ്ങളുടെ മൂല കാരണം അവസാനം അന്യ ദൈവാരാധനയ്ക്ക് കാരണമായി തീരുന്നു. ഈ വാസ്തുശാസ്ത്രത്തിൽ വിശ്വസിക്കുകയും ഈ അന്ധവിശ്വാസത്തിന് അടിമപ്പെടുകയും ചെയ്യുന്ന വ്യക്തികൾ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം ആകാശവും ഭൂമിയും ഭൂമിയിലുള്ള സകലവും സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം നല്ലതെന്ന് കണ്ടതിനെ അത് ശരിയല്ല എന്ന് പറയുന്നത് ഏതാത്മാവാണെന്ന് നാം തിരിച്ചറിയണം. ചില വ്യക്തികൾ വന്നിട്ട് പറയുകയാണ്, ഈ വീടിരിക്കുന്ന സ്ഥലം ശരിയല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ദർശനം ശരിയല്ല, ഇതിൻ്റെ അളവ് ശരിയല്ല, ഇതിൻ്റെ മൂല ശരിയല്ല. ദൈവം സൃഷ്ടിച്ചതെല്ലാം ദൈവം നല്ലതെന്ന് കണ്ടു. ദൈവം നല്ലതെന്ന് കണ്ടതിനെ ഇവിടെ ദോഷമുണ്ട്, ഇവിടെ ശത്രുദോഷമുണ്ട്, ഇത് ഈ സ്ഥലം ശരിയല്ല എന്ന് പറയുന്നത് ഏത് ആത്മാവാണെന്ന് നാം തിരിച്ചറിയണം. ആകാശവും ഭൂമിയും അതിലുള്ള സകലവും സൃഷ്ടിച്ചവനായ ദൈവം പറയുകയാണ്, ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പോൾ ദൈവം സൃഷ്ടിച്ചതിന് നല്ലതല്ല എന്ന് പറയുന്നത് ഏതാത്മാവാണ്? നാം തിരിച്ചറിയണം, നാം അറിയാതെ തന്നെ അന്ധവിശ്വാസത്തിലൂടെ അന്യ ദൈവാരാധനയ്ക്ക് നാം കാരണമായിത്തീരുന്നു. ആവർത്തന പുസ്തകം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെയോ സൂര്യചന്ദ്രന്മാരെയോ ആകാശത്തിലെ ശേഷം സൈന്യത്തെയോ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്ത പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും ആ ദുഷ്കാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയോ പട്ടണവാതിൽക്കൽ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം. പഴയ നിയമത്തിൽ ഒരു പാപം ചെയ്താൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശയുടെ ന്യായപ്രമാണം ദൈവം മോശ മുഖാന്തരം നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് പാപമാണെന്ന് തിരിച്ചറിയണം. നാം ഇങ്ങനെ എത്രയോ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട് അന്യദൈവാരാധന ചെയ്യാൻ കാരണമായിത്തീരുന്നു. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിന് ഭോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെയുള്ളവർ പറയുന്ന വാക്കുകൾ കേട്ട് വിശ്വസിച്ച് ദൈവവചനം ലംഘിക്കാൻ, പാപം ചെയ്യാൻ കാരണമായിത്തീരുന്നു. പലപ്പോഴും പലരും അന്യദൈവാരാധനയ്ക്ക് പോകാൻ ഒരു കാരണം അന്ധവിശ്വാസമാണ്. ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക തകർച്ചകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ മൂല കാരണം അന്വേഷിച്ച് അവസാനം അന്ധവിശ്വാസത്തിന് അടിമയായിത്തീരുന്നു. എന്നാൽ തിരിച്ചറിയ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് നാം തിരിച്ചറിയണം. വചനം പറയുന്നുണ്ട്, നമ്മുടെ തലമുടി നാരിഴ നിലത്ത് വീഴുന്ന പോലും ദൈവം അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവം അനുവദിക്കാതെ, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് നാം തിരിച്ചറിയണം. ഇന്ന് മനുഷ്യൻ്റെ ഭയത്തെയാണ് അനേകം പേർ ചൂഷണം ചെയ്യുന്നത്. ഭയം ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഭാവി പ്രവചിക്കുന്ന ഒരു ബാല്യക്കാരത്തിയിൽ നിന്ന് പൗലോസ്ലീഹ ഒരു ദുരാത്മാവിനെ ബഹിഷ്കരിക്കുകയാണ്. ആ ദുരാത്മാവിനെ ബഹിഷ്കരിക്കുമ്പോൾ പിന്നെ അവൾക്ക് ഭാവി പ്രവചിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ പറയുന്ന വ്യക്തികളിൽ ഏത് ആത്മാവാണെന്ന് നാം തിരിച്ചറിയണം. കഴിഞ്ഞ നാളുകളിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ദുരാത്മാവിൽ ഭാവി പറയുന്ന വ്യക്തികളെ അനുസരിക്കുകയോ അവർ പറയുന്ന നേർച്ച കാഴ്ചകൾ, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ എന്ന് നാം സ്വയം ഒന്ന് പരിശോധിക്കണം. കവടി നിരത്തി പറയുന്ന വ്യക്തികളെ ചെന്ന് കാണുകയോ അവർ പറയുന്ന വിശ്വസിക്കുകയോ അനുസരിക്കുകയോ എന്തെങ്കിലും പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാപമാണ്. അതുപോലെ തന്നെ കൈനോട്ടക്കാർ,
കൈ നോക്കുന്നവർ അവർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അത് പാപമാണ്. അതുപോലെ തന്നെ മഷിനോട്ടം, മുഖലക്ഷണം, കൈനോട്ടം എന്നിവ അങ്ങനെ ചെയ്യുന്നവരുടെ അരികിൽ ചെന്ന് അവർ പറയുന്നത് കേൾക്കുകയോ വിശ്വസിക്കുകയോ അനുസരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാപമാണ്. അതുപോലെ തന്നെ വെളിച്ചപ്പാടന്മാരുടെ അടുക്കൽ ചെന്ന് ഭാവി ആരാഞ്ഞിട്ടുണ്ടെങ്കിൽ, മൃഗസന്ദേശ വിദ്യക്കാരുടെ സന്ദേശം ആരാഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രശ്നക്കാരുടെ വാക്കുകൾ കേട്ട് പ്രശ്നപരിഹാര കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രശ്നക്കാർ, ജ്യോത്സ്യന്മാർ, മന്ത്രവാദികൾ, ആഭിചാരക്കാർ ഇങ്ങനെയുള്ളവർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് എന്തെങ്കിലും പ്രായശ്ചിത്ത പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്യ ദൈവാരാധനയ്ക്ക് തുല്യമായ പ്രവൃത്തിയാണെന്ന് നാം തിരിച്ചറിയണം. കർത്താവിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ആവർത്തന പുസ്തകം 13-ാം അധ്യായം 3-4 വാക്യങ്ങൾ. നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്ക് കേട്ട് അനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുക. ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആ വ്യക്തികൾ പറയുന്നത് കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു പരീക്ഷയാണ്. അതായത് നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ നീ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് ദൈവം നൽകുന്നൊരു പരീക്ഷയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ പ്രവചിക്കുന്ന, ഇങ്ങനെ ദർശനം പറയുന്ന, പ്രവചിക്കുന്ന വ്യക്തികളെ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യരുത്. അവർ പറയുന്നത് നമ്മുടെ വിശ്വാസത്തിനെതിരായ കാര്യങ്ങളാണ്. ഏക സത്യദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസത്തോടെ ഏറ്റുപറയുകയും അന്യദൈവങ്ങൾ വിശ്വസിക്കുകയും അന്യദൈവങ്ങളെ ആരാധിക്കുന്ന, സേവിക്കുന്ന വ്യക്തികൾ പറയുന്ന വാക്കുകൾ കേട്ട് അനുസരിച്ച് അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട് അന്യദൈവാരാധനയ്ക്ക് തുല്യമായ പ്രവൃത്തികൾ, പ്രായശ്ചിത്ത പ്രവൃത്തിയായി, പരിഹാരമാർഗമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അത് അന്യദൈവാരാധനയ്ക്ക് കാരണമായി തീരും. അത് ദുരാത്മാവിനെ അനുസരിക്കുന്ന പ്രവൃത്തിയായി തീരും. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴെങ്കിലും ഇതുപോലെ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട് പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്ത് പരിഹാര മാർഗങ്ങൾ ചെയ്ത് എപ്പോഴെങ്കിലും ഞാൻ അന്യദൈവാരാധനയ്ക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അനുതപിക്കുക. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പ്രവൃത്തിയാണ് സത്യദൈവത്തെ മറന്ന് അന്യദൈവങ്ങളുടെ പിന്നാലെ പോവുക, അന്യദൈവങ്ങൾക്ക് നേർച്ചകൾ, കാഴ്ചകൾ അർപ്പിക്കുക, അന്യദൈവങ്ങൾക്കർപ്പിച്ച ബലിവസ്തുക്കൾ സ്വീകരിക്കുക, ഭക്ഷിക്കുക. അതുകൊണ്ട് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാകുകയില്ല. അപ്പോൾ ഈ ദൈവം സകലത്തിൻ്റെ സൃഷ്ടാവാണ്, സകലത്തിനും മതിയായ ദൈവമാണ്. ആ ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, ആശ്രയിക്കുക. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 115-ാം സങ്കീർത്തനം 11-ാം വാക്യം, യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പിൻ, അവൻ അവരുടെ സഹായവും പരിചയവുമാകുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം അവൻ്റെ സഹായമാണ്, അവൻ്റെ പരിചയമാണ്. അവർക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ട്. വീണ്ടും അടുത്ത വാക്യത്തിൽ പറയുകയാണ്, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, അനർത്ഥങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. സകലത്തിൻ്റെയും സൃഷ്ടാവായ, സർവശക്തിയുള്ള, കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക. അതിനെ പറയുന്നു, ദൈവം നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ പ്രതികൂലങ്ങളുടെ കാലഘട്ടങ്ങളിൽ രോഗങ്ങൾ പെരുകുന്നു, സാമ്പത്തിക തകർച്ചകൾ പെരുകുന്നു, മരണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പെരുകുന്നു. ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ മൂല കാരണം നാം
തിരിച്ചറിയുക, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുക. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നല്ല ചെയ്ത കർത്താവ്. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് അല്ല ചെയ്തവനായ ദൈവം. ഞാൻ നിൻ്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നുവെന്ന് അല്ല ചെയ്ത കർത്താവ്. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പായി രൂപം നൽകിയ, ഇതുവരെയും നമ്മെ ജയോത്സവമായി നടത്തിയ ആ ദൈവം ഇനിയും എന്നെ നടത്താൻ മതിയായ ദൈവമാണ്. അവൻ സർവശക്തനാണ്, സകലത്തിനും മതിയായവനാണ്. അവനെൻ്റെ സഹായവും പരിചയവുമാണ് എന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. നിങ്ങളുടെ വീട്ടിൽ എന്ത് അനർത്ഥമുണ്ടെങ്കിലും അത് വീടിൻ്റെ കുഴപ്പമല്ല, വീടിൻ്റെ ദിശയുടെ പ്രശ്നമല്ല, ഇനി അവിടെ കിണർ അല്ലെങ്കിൽ കക്കൂസ് അല്ലെങ്കിൽ വാതിൽ ഇരിക്കുന്നത് ശരിയല്ല, വീടിരിക്കുന്നത് ശരിയല്ല, അതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മൂല കാരണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ദൈവവചനത്തിനെതിരാണ്. അങ്ങനെയുള്ള വ്യക്തികളെ വിശ്വസിക്കുകയും അന്ധവിശ്വാസത്തിന് അടിമപ്പെടുകയും അവർ പറയുന്ന പ്രവൃത്തികൾ ചെയ്യുകയും പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്താൽ അത് മുഖാന്തരം നാം അന്യദൈവാരാധനയ്ക്ക് അടിമയായിത്തീരും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുക. ഒന്നുകൂടി ദൈവത്തിൻ്റെ വചനം ഏറ്റുപറയുകയാണ്, യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പിൻ, അവൻ അവരുടെ സഹായവും പരിചയവുമാകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. ഈ വചനം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സംരക്ഷണം നമുക്ക് പ്രാപിക്കാം. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ജീവിതത്തിൽ എന്തു വന്നാലും ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള വലിയ വിശ്വാസത്തോടെ പൂർണ്ണമായിട്ടും ദൈവത്തിൽ മാത്രം ആശ്രയിക്കാം, ദൈവത്തിൽ മാത്രം സമർപ്പിക്കാം. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ബാറക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവെ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലും അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അത് മുഖാന്തരം ഞങ്ങൾ എന്തെങ്കിലും നേർച്ച കാഴ്ചകളോ അന്യദൈവാരാധനയ്ക്ക് തുല്യമായ എന്തെങ്കിലും പ്രവൃത്തികളോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാപ്പ് ചോദിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും കരുണ തോന്നണമേ. എല്ലാ പാപ ബന്ധനങ്ങളിൽ നിന്ന്, അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങളിൽ നിന്ന്, അന്ധവിശ്വാസത്തിൻ്റെ ആധിപത്യങ്ങളിൽ നിന്ന് യേശുവിൻ്റെ രക്തം മുഖാന്തരം ഞങ്ങളെ വിടുവിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ തിരുമുറിവിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. അടിക്കടി രോഗങ്ങളും ദുരിതങ്ങളും മരണങ്ങളും ഏറി വരുമ്പോൾ കർത്താവേ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിൻ്റെ തിരുമുറിവിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ നീയല്ലാതെ മറ്റൊരു ദൈവം ഇല്ല കർത്താവേ. അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ സഹായം, അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ പരിച. കർത്താവേ, നീ ഞങ്ങളെ ഓർത്തിരിക്കുന്നു എന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ, ഞങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ കർത്താവേ, വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് വ്യക്തിപരമായി കുടുംബമായി സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ, രക്തക്കൊട്ടലും മറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെടുത്ത് പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ തിരുമുറിവിലേക്ക് എല്ലാ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തികമായ വേദന അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മരണത്തിൻ്റെ വക്കിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മരണത്തിൻ്റെ വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളെ, ദുഃഖങ്ങളെ, വേദനകളെ, രോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ലോകം മുഴുവൻ കർത്താവേ, ഇന്ന് അനേകം പേര് മാരകമായ വൈറസിന് അടിമയായിരിക്കുന്നു. അവർക്കെല്ലാം യേശുവിൻ്റെ രക്തം മുഖാന്തരം സൗഖ്യവും വിടുതലും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രക്തത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതിൽ ഞങ്ങളൊപ്പം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സകല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ.